السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأفضل الصلاة وأتم السلام على سيدنا محمد أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനുമായി ബന്ധപ്പെടുന്നത് ഇഹലോക വിജയത്തിന് നിമിത്തമാണ്. ഇവിടത്തെ ഗുണത്തിനേക്കാൾ അപ്പുറം നാളെ ആഖിറത്തിലാണ് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, നോമ്പും ഖുർആനും ഒരു മനുഷ്യന് ഖിയാമത്ത് നാളിൽ ശുപാർശകനായിട്ടെത്തും. ഖുർആൻ നോമ്പ് പറയും, എൻ്റെ കാരണത്താൽ അവൻ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പെടുത്തവനാണ്, അതുകൊണ്ട് അവനെ നീ പരിഗണിക്കണമല്ലാ, അവനെ രക്ഷപ്പെടുത്തണമേ എന്ന് നോമ്പ് റബ്ബിനോട് ശുപാർശ ചെയ്യും. പരിശുദ്ധ ഖുർആൻ ശുപാർശകനായിട്ട് വരുന്നത്, റബ്ബേ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി അവൻ സമയം കണ്ടെത്തി, അവൻ്റെ ഉറക്കും മറ്റു കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി അവൻ ഒഴിവാക്കി, എന്നിട്ട് എന്നെ പാരായണം ചെയ്യാൻ അവൻ തയ്യാറായതുകൊണ്ട് റബ്ബേ അവനെ നീ പരിഗണിക്കണം, അവനെ ഈ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും ശഫാഅത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നതിന് ശേഷം പിന്നെ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്, ഫയുഷഫഅൻ, അവർ രണ്ടുപേരുടെയും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നോമ്പും അതുപോലെ നമ്മുടെ ഖുർആനും ഓത്തും എല്ലാം ഉയരണം, ആ അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കണം. നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മുടെ നോമ്പ് ആ ശുപാർശക്ക് പറ്റുന്ന നോമ്പായിട്ടുണ്ടോ? അന്നപാനീയങ്ങൾ ഒഴിവാക്കി, അത് നമ്മൾ റെഡിയാണ്. നമ്മൾ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എത്രത്തോളം ഒരു ഉമിനീര് പോലും ഇറക്കുന്ന കാര്യത്തിൽ നമ്മൾ ഭയപ്പാടിലായി, അതുകൊണ്ട് നോമ്പ് മുറിയോ എന്നുള്ള പേടിയിൽ അതും കൂടി തുപ്പിക്കളയുന്നൊരവസ്ഥയിലൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ നോമ്പായിട്ടുണ്ടോ? നമ്മൾ ഹറാമ് നോക്കിയിട്ടുണ്ടോ? ഹറാമ് ചിന്തിച്ചിട്ടുണ്ടോ? ഹറാമ് കേട്ടിട്ടുണ്ടോ? നമ്മളെ നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞിട്ടുണ്ടോ? നോമ്പുകാരനായിരിക്കെ ഇതൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അങ്ങനെ യഥാർത്ഥ നോമ്പുകാരനാവുമ്പോഴാണ് നോമ്പ് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വരിക. അതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. റമദാൻ മാസത്തിൽ പോലും ഖുർആൻ പാരായണം ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ അവരെ പറ്റി പറയാനില്ല. നമ്മൾ ആ വിധത്തിലൊന്നും പെട്ടവരല്ല, നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ പാരായണത്തിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടോ പരിശോധിക്കപ്പെടണം. എത്രയോ തെറ്റുകൾ പലരും ഓതുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ലക്ഷ്യം ഖത്തം കൂടുതലാക്കുക എന്നുള്ളതല്ല, അതിലേറെ നമ്മൾ ഓതുന്നത് അത് റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിനെ കൊണ്ട് നിപുണനായവൻ, അതായത് ഖുർആൻ ഓത്ത് വളരെ ഉഷാറ്, നല്ല നിലക്ക് ഖുർആൻ പാരായണം ചെയ്ത് യാതൊരു വീഴ്ചയുമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ,
ബഹുമാനികളായ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളോടൊപ്പമാണ്, മലക്കുകളെ കൂടെയാണ് അവർ. അത്രയ്ക്ക് ഉന്നത പദവിയിലാണ്. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വല്ലദീ യഖ്റഉൽ ഖുർആന വയതതഅതഉ ഫീഹി ലഹു അജ്റാൻ. ഖുർആൻ ഓതുകയും അതിനിങ്ങനെ ആകുന്നത്, അതായത് ഓരോരോ ആയത്തുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരിക്കോതി അത് ശരിയല്ല എന്ന് വിചാരിച്ച് പിന്നെ രണ്ടാമതൊന്നും കൂടി ആവർത്തിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ഓതുന്നവർ ലഹു അജ്റാൻ, അവർക്ക് 2 കൂലി ഉണ്ട് എന്നാണ്. ഒന്ന് ഓതിയിനുള്ള കൂലി, പിന്നെ ആ കഷ്ടപ്പാടിനുള്ള കൂലിയും, 2 കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി പറയുന്ന 2 വിധം ഓത്തുകാരെയാണ്. ഖുർആൻ അങ്ങേയറ്റം ഒരു പിഴവില്ലാതെ ഒരു വീഴ്ചയില്ലാതെ വളരെ ഉഷാറായി ഇങ്ങനെ ഓതുന്ന ആളുകൾ, ഒരു പ്രയാസം അവർക്കില്ല. അവർ വലിയ ഉന്നത പദവിയിലാണ് തീർച്ചയാണല്ലോ. നമ്മളാലിപ്പോൾ അങ്ങോട്ടെത്തിയിട്ടില്ല. പിന്നെ ഇപ്പം നമ്മളിനി ഈ രണ്ടാമത്തെ വകുപ്പിലേക്ക് നമ്മൾ പെടണം. രണ്ടാമത് നബി പറഞ്ഞ് ഖുർആൻ ഓതുകയും തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ്റെ വീണ്ടും വീണ്ടും മടക്കി മടക്കി ഓതുന്ന ഒരവസ്ഥ, അവിടേക്കെങ്കിലും ആ വിഭാഗത്തിലെങ്കിലും നമ്മൾ പെടണം. അല്ലാഞ്ഞാൽ നമ്മൾ കഷ്ടത്തിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തന്നെ റുബ്ബ ഖാരിഇൻ ലിൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന ആളുകൾ എത്ര ഉണ്ട്? ഒരുപാട് ആൾക്കാർ ഖുർആൻ ഓതുന്നവരുണ്ട്. വൽ ഖുർആനു യൽഅനു, ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്, തെറ്റുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ അവനെ ശപിക്കുകയാണ്. അങ്ങനത്തെ എത്ര ഓത്തുകാരുള്ളത്? അപ്പം ആ ഓത്തുകാരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളോടും എൻ്റെ നഫ്സിനോടും എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ നിയമം അനുസരിച്ച് ഓതണം. ഖുർആൻ ഓതുക എന്നല്ല പറയുള്ളൂ. ഖുർആൻ വായിക്കുക നമ്മൾ പറയാറില്ല. പത്രം വായിക്കും പോലെ വായിക്കാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ഓത്തിന് ചില നിയമവശങ്ങളുണ്ട്. ഓരോരോ അക്ഷരത്തിനും മഖ്റജുകളുണ്ട്. അതും പുറപ്പെടുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് തന്നെ പുറപ്പെടുവിക്കുക. അതിന് സിഫത്തുകളുണ്ട്, ഓരോന്നിനും ഓരോരോ വസ്ഫുകളുണ്ട്. ശ്വാസം മയക്കേണ്ടത്, ശ്വാസം പിടിക്കേണ്ടത്, ഇങ്ങനെ പല നിരക്കുള്ള നിയമവശങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനുണ്ട്. ഇതൊക്കെ നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. തജ്വീദ് എന്ന് പറഞ്ഞ കിതാബ്, ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചവരാണ്. നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് മദ്രസകളിലൊക്കെ. പക്ഷെ മദ്രസകളിൽ നിന്ന് പഠിച്ച ആ പഠിത്തത്തിന് ശേഷം നമുക്കൊരു വിവേകം ബുദ്ധിയൊക്കെ ശരിക്ക് തൻ്റെ അവിടെയൊക്കെ ആയതിന് ശേഷം പിന്നെ ആ വഴിക്ക് നമ്മൾ ചിന്തിക്കാത്തതാണ് വലിയ പ്രശ്നം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയോ കാലം തെറ്റ്, പരിശുദ്ധ ഖുർആൻ തെറ്റ് ആവർത്തി ചോദ്യവനാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അതിനെ സംബന്ധിച്ചുള്ള പഠനം എത്തിയപ്പോഴാണ് ആ ഓതിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായത്. ഇത് എൻ്റെ അനുഭവമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പം അന്ന് അക്കാലത്ത് ഉസ്താദുമാർ പഠിപ്പിച്ചതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അന്ന് അത്രയുള്ള വിവേകമല്ലേ ഉള്ളൂ. ആ നിലക്ക് നമ്മൾ പഠിച്ചു പോന്നു. പിന്നെ അതിൻ്റെ അർത്ഥവും കാര്യവും മറ്റൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഓതിയത് തെറ്റാണെന്ന് പിന്നെ ബോധ്യപ്പെടും. അപ്പം അതിന് എന്ത് ചെയ്യണം? നമ്മൾ നമ്മൾ ഒന്ന് പരിശോധിക്കന്നെ വേണം. നമ്മളെ നമ്മൾ പരിശോധിക്കണം. എങ്ങനെ? സ്വയം പരിശോധിച്ചപ്പോൾ നമുക്ക് തിരിയോ? അത് തിരിയില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന് തന്നെയല്ലേ. അപ്പം അതിന് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ചെന്ന് അവരെ മുമ്പിലിരുന്ന് നമ്മൾ ഓതിക്കൊടുത്ത് അവരതിലെ ശരിയും തെറ്റും തിരിച്ചു തരണം. എന്നിട്ടത് ശരിയാക്കണം. ഇനി അതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയോ പരിശുദ്ധ ഖുർആനിലെ
ഖുർആൻ പരിപൂർണമായി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഓതി കേൾക്കാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം റെക്കോർഡ് ചെയ്ത് അത് കേട്ടിട്ടെങ്കിലും അതനുസരിച്ച് ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മണിക്കണ്ടോടത്ത് മണിച്ച്, നീട്ടണ്ടോടത്ത് നീട്ടി, എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വോയിസിലൂടെ പറഞ്ഞാൽ ശരിയാവും. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. പിന്നെ ഓരോ ഭാഷയിലും ഓരോ സംഗതിക്ക് ഒരക്കത്ത് വെച്ച് പോയാൽ അർത്ഥം മാറും. എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ നമ്മളെ മലയാളം തന്നെ എടുക്കുക. മലയാളത്തിൽ ഒരക്ഷരത്തിന് ഫത്ഹ് കൊടുത്താൽ വേറൊന്നും, കസ്ർ കൊടുത്താൽ വേറൊന്നും, ദമ്മ് കൊടുത്താൽ വേറൊന്നും. എന്താ ഇപ്പോൾ വ്യത്യാസമുള്ളത്? ഒരു ഫത്ഹും കസ്റും ദമ്മേ മാറിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറയാം, കളി. കാക്ക് ഫത്ഹ് കൊടുത്തപ്പോൾ കളിയായി. കളി നമുക്കറിയാമല്ലോ. പിന്നെ ആ കാക്ക് കസ്ർ കൊടുത്താൽ കിളി. കിളി നമുക്കറിയാമല്ലോ. അപ്പോൾ എവിടെ എത്തിപ്പോൾ? ഇപ്പോൾ കളി എവിടെ എത്തി? കിളിയിലേക്ക് പോയി. ഇനി ആ കാഫിന് തന്നെ ദമ്മ് കൊടുത്താലോ? കുളി. അപ്പോൾ എവിടേക്ക് പോയി? അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? കളിയും കിളിയും കുളിയും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരക്കത്തിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ. ഇതിപ്പോൾ നമ്മളെ മലയാളമാണ്. ഇപ്പോൾ അത്. പിന്നെ ഇപ്പോൾ അറബ് ഭാഷയുടെ കാര്യം പറയാനുണ്ടോ? അറബ് ഭാഷയിലെങ്കിൽ തന്നെ അൻഅംത എന്ന് പറഞ്ഞുകൊടുത്ത് അൻഅംതി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. സിറാത്തല്ലദീന അൻഅംത എന്ന് പറഞ്ഞ താ പറഞ്ഞു കൊടുത്ത് തീ എന്ന് പറഞ്ഞ അർത്ഥം മാറും. തൂ എന്ന് പറഞ്ഞ അർത്ഥം മാറും. ഇങ്ങനെ ഓരോ ഹർക്കത്തുകൾ തന്നെ വ്യത്യാസപ്പെടുമ്പോൾ അർത്ഥം വളരെ വ്യത്യാസപ്പെടും. എന്നാലോ പിന്നെ അക്ഷരം മാറിയാലോ പിന്നെ പറയും വേണ്ട. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറഞ്ഞു കൊടുത്ത് ഖ എന്ന് പറയുന്ന അക്ഷരം, ആ അക്ഷരത്തിൽ പറഞ്ഞ ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താവും? ഖ ഹ. ഇത് രണ്ടും വ്യത്യാസത്തിൽ ഇപ്പോൾ എന്തിനാണ് വ്യത്യാസപ്പെടുന്നത്? ഒരു പുള്ളിയിലാണ്. ആ പുള്ളിക്കനുസരിച്ച് നമ്മുടെ ഉച്ചാരണം മാറും. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖു. ഖല്ലാഖ് എന്ന് പറയുന്നത് ഖായാണ്. ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ ഹായാണ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുള്ളത് ഒരൊറ്റ പുള്ളിയിൽ മാത്രമാണ്. അർത്ഥമോ വളരെ വ്യത്യാസമാണ്. അർത്ഥം. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ സിട്ടാവ് എന്നാണ്. ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ്. ഒസാനെ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പറ്റി സിട്ടാവ് എന്ന് പറയുന്നതിന് പകരം ബാർബറാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ? അപ്പം ഇത് വലിയ ഭീമാബദ്ധങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകും. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. നമ്മൾ വലുതായില്ലേ ചെറുതായില്ലേ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എന്താക്കാനാ എന്നൊന്നും വിചാരിക്കരുത്. കഴിയുന്ന പരമാവധി അള്ളാഹിൻ്റെ കലാമിനെ മനസ്സിലാക്കാനും അത് ശരിക്കതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി ഓതാനും വേണ്ടി ശ്രമം നമ്മൾ നടത്തണം. അത് ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അതിന് ഖുർആൻ ക്ലാസ്, ഹിസ്ബ് ക്ലാസ് അങ്ങനെ വല്ലതൊക്കെ സംഘടിപ്പിക്കുക. അതൊന്നുമില്ലെങ്കിൽ ഉസ്താദിൻ്റെ മുന്നിൽ പോയി ഓതി കേൾപ്പിക്കുക. നമ്മൾ സാധാരണ ഓതുന്ന ഫാത്തിഹ നിസ്കാരത്തിൽ ഫാത്തിഹ ശരിയാണെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവില്ലല്ലോ. ഫാത്തിഹ അതുപോലെ ആ നിസ്കാരത്തിൽ ഓതുന്ന ചെറിയ സൂറത്തുകൾ ഇതിലൊക്കെ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉസ്താദ്മാരുടെ മുന്നിൽ വെച്ച് മാറ്റുരച്ച് നമ്മൾ പരിശോധിക്കണം. അല്ലാഞ്ഞാൽ നമ്മൾ ചെന്ന് അപകടത്തിൽപ്പെടും, ചെന്ന് ചാടും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നിസ്കാരം ഞങ്ങളുടെ ഖുർആനോത്തും എല്ലാം നീ കബൂലാക്കണേ അല്ലാ. വല്ല ന്യൂനതകളൊക്കെ അതിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിൻ്റെ കലാമുമായി ബന്ധപ്പെടാൻ എപ്പോഴും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ഖുർആനും നോമ്പും ശുപാർശകരായി വരുന്ന വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ അല്ലാ.
റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ റബ്ബേ അവർക്കൊക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുള്ള നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഈ രാജ്യങ്ങളെല്ലാം പ്രവാസ ലോകം മറ്റ് രാജ്യങ്ങളെല്ലാം റബ്ബേ യുദ്ധഭീഷണിയെ തൊട്ട് നീ കാക്കണേ അല്ലാ. സമാധാനം നീ സ്ഥാപിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.